ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ദഹനത്തിന്റെ വിവിധ ഘട്ടങ്ങളെ നമ്മൾ പറഞ്ഞുപോയപ്പോ അവിടെ ഉള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഡിസൈനെ കുറിച്ച് കൂടെ പറയാൻ, അവിടെയുള്ള ഒരു ലീസ്റ്റ് എഫേർട്ടിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയാൻ റോഗേഴ്സായിട്ടാണ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അതുപ്രകാരം നമ്മൾ ഇന്ന് ദഹനത്തിലെ ലീസ്റ്റ് എഫേർട്ട് എന്നുള്ളൊരു അവസ്ഥയെ കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. പ്രകൃതിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ജൈവ പ്രതിഭാസമാണ് ലീസ്റ്റ് എഫേർട്ട് എന്നുള്ളത്. ഏത് കാര്യമാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കുറഞ്ഞ പരിശ്രമത്തിലൂടെ അത് നേടിയെടുക്കുക എന്നുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്, അതിന്റെ ഒരു ഇന്റലിജൻസ് പ്രകൃതിയിൽ എങ്ങും ഉണ്ട്. അതിന്റെ ഒരു ഭാഗം ദഹന പ്രക്രിയയിലുമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: Digestion uses least effort strategies to save energy and maintain health. ദഹന പ്രക്രിയയിലെ മിതശ്രമ സ്വഭാവം. ദഹന പ്രക്രിയയിലുടനീളം ശരീരം ഉയർന്ന ഊർജം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനത്തിലെ അധിക പ്രക്രിയകൾ ഒഴിവാക്കാനായി ശരീരത്തിന്റെ ഘടനയിലും വിന്യാസത്തിലും പ്രവർത്തനത്തിലും പ്രതികരണങ്ങളിലും ജൈവബുദ്ധി അഥവാ ജൈവ വിവേകം പ്രദർശിപ്പിക്കുന്നു. ഇതാണ് ജീവന്റെ മിതശ്രമം അഥവാ ലീസ്റ്റ് എഫേർട്ട്. സെഫാലിക് ഘട്ടം പോലെയുള്ള മുന്നറിയൽ ശരീരത്തെ മുൻകൂർ സജ്ജീകരിക്കുന്നു. പെരിസ്റ്റാൾസിസ്, സ്ഫിൻക്റ്ററുകൾ തുടങ്ങിയ യാന്ത്രിക കാര്യക്ഷമത പേശികളുടെ ഊർജവ്യയം പരിമിതപ്പെടുത്തുന്നു. വില്ലുകളും മൈക്രോവില്ലുകളും പോലുള്ള ഘടനാ വിശിഷ്ടതകൾ ആഗിരണ പ്രദേശം പരമാവധിയാക്കി അധിക പോഷണങ്ങൾ നേടുന്നു. ബ്രഷ് വാട്ടർ എൻസൈമുകൾ പോലുള്ള ബയോകെമിക്കൽ കൃത്യത ആവശ്യമുള്ളപ്പോൾ മാത്രം എൻസൈമുകളെ സജീവമാക്കുന്നു. സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുന്ന മൈക്രോബിയൽ ഔട്ട്സോഴ്സിംഗ് കഠിന വിഘടന ജോലികൾ പുറത്തു നൽകുന്നു, ഔട്ട്സോഴ്സ് ചെയ്യുന്നു. പോർട്ടൽ സെല്ലുകളും ലിംഫാറ്റിക് വെസലുകളും വഴിയുള്ള മുൻഗണനാടിസ്ഥാനത്തിലുള്ള സംവഹനം പോഷകങ്ങളെ തന്ത്രപരമായി നയിക്കുന്നു. പിത്തരസവും ലവണങ്ങളും വെള്ളവും പുനരുപയോഗിക്കുന്നതിലൂടെ പുതിയവ ഉണ്ടാക്കുന്നത് കുറയ്ക്കുന്നു. പാരാസിമ്പത്തരി ആധിപത്യം വിശ്രമിക്കുമ്പോൾ മാത്രം ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്രെലിൻ, ലെപ്റ്റിൻ തുടങ്ങിയ ഹോർമോണിക വികാരങ്ങൾ അനാവശ്യ ദഹന ആവശ്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ ദഹനത്തിലെ മിതശ്രമങ്ങളെ നിലനിർത്തുമ്പോൾ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരു ആവശ്യമില്ലാതാണ്. ഈ തച്ചുശാസ്ത്രത്തില് ചില വീടുകളെ കുറിച്ച് പറയാറുണ്ട്, വരവിത്ര ചെലവിത്രാണ്. വരവിനേക്കാളും വലിയ ചെലവ് പല വീടുകളിലും ഉണ്ടാകും എന്ന് തച്ചുശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കും. ഞാനത് എടുത്തു പറയാൻ കാര്യം, ഇന്നലെ നമ്മുടെ അടുത്ത് ഉള്ള ഒരു തച്ചുശാസ്ത്രജ്ഞനായിട്ടുള്ള മനോജ് പാലാഴി ഇവിടെ വന്നിരുന്നു. അപ്പൊ പുള്ളിയുമായിട്ട് സംസാരിച്ച പുള്ളി വ്യവസ്ഥാ നിയമമായിട്ട് ചേർത്തുകൊണ്ടാണ് ഈ തച്ചുശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യവസ്ഥയുടെ നിയമങ്ങളുണ്ട്. അവയുടെ ആ സമഗ്രമായ ചേരുവ ശരിയാകുന്ന സമയത്ത് അതിന്റെ ഊർജവ്യയം കൃത്യമായി സംഭവിക്കും. അതാണ് ആ വ്യവസ്ഥയുടെ സമ്പന്നത എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞുപോയി, കുറെ കാര്യങ്ങൾ പറഞ്ഞുപോയി. അപ്പോ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ഇത് ശരീരവ്യവസ്ഥയെ ഉപയോഗിക്കുന്ന സമയത്ത്, ശരീരവ്യവസ്ഥയെ നമ്മൾ പ്രതിപാദിക്കുന്ന സമയത്ത് ശരീരവ്യവസ്ഥയിലും ഇതുപോലെ ശരീരത്തിന്റെ സമഗ്രതയുണ്ട്. ആ സമഗ്രമായ വ്യവസ്ഥയിൽ എല്ലാം കൃത്യമായ രീതിയിൽ ഒപ്റ്റിമം ലെവലിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതായിരിക്കും. ആ സമയത്ത് അതിന്റെ ഊർജവ്യയം കുറവായിരിക്കും. ഇപ്പൊ ഒരു വാഹനം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, ഏറ്റവും നന്നായി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്നു, നല്ല രീതിയിലുള്ള ഘടനയുണ്ട് അതിന്, നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്നു. ആ ട്യൂൺ ചെയ്തിരിക്കുന്ന സാധനത്തെ നല്ല രീതിയിൽ നമ്മൾ ഓടിച്ചു കൊണ്ടുപോകുന്നു എന്നിരിക്കട്ടെ. ആ സമയത്ത് അതിന്റെ മൈലേജ് വളരെ കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ ഊർജ വ്യയം, വെറുതെ എണ്ണ കത്തിപ്പോകുന്നത് കുറവായിരിക്കും. അതിനു പകരം ആ ഊർജ വ്യയം എന്നുള്ളത് അത് കുറച്ചിട്ട് ഏറ്റവും ഒപ്റ്റിമത്തിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ആധുനിക വാഹനങ്ങളിൽ അത് വളരെ കൂടുതലാണ്, മൈലേജ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് പഴയ വാഹനങ്ങൾ. കാരണം ഇവിടെ ഒട്ടേറെ സെൻസറുകളുണ്ട്, വേണ്ട സമയത്ത് വേണ്ടത് പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലുള്ള സെൻസറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്റലിജന്റ് ആക്ടിവിറ്റീസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഇന്റലിജൻസ് എന്നുള്ളൊരു സംഭവം നമ്മൾ പിന്നീട് കാറ് കണ്ടുപിടിച്ചതിന് ശേഷം കൂട്ടിച്ചേർത്തതാണ്. പക്ഷെ ജൈവവസ്തുക്കൾ അങ്ങനെയല്ല, അത് സ്വയമേവ
വികസിച്ച് സ്വയം സംഘടിച്ച് പരിണമിച്ചുണ്ടായതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ അതിനകത്ത് അവയെ ആ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുന്ന അതിന്റെ ആത്മം എന്ന് പറയുന്ന പ്രാപഞ്ചിക ഇന്റലിജൻസ്, പ്രാപഞ്ചിക ബോധം കൂടെ അതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുള്ള സവിശേഷമായ ഒരു അവസ്ഥയിലാണ് ഒരു ജൈവ വസ്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ ബുദ്ധിയുടെ, വിവേകത്തിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജീവൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ജീവൻ, അല്ലെങ്കിൽ ശരീരത്തിനകത്തിരിക്കുന്ന ജീവൻ എന്നല്ല ഞാൻ പറഞ്ഞത്, ജീവൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരം. കാരണം പ്രാഥമികമായിട്ട് ജീവനാണ് ഉണ്ടാവുന്നത്. ആ ജീവൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരം അതിന്റെ ഘടനയില്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിസൈനില്, അതിന്റെ ഫങ്ഷനില്, അതിന്റെ റെസ്പോൺസില്, ഇവയിലെല്ലാം തന്നെ ഈ ജൈവ ബുദ്ധി അഥവാ ജൈവ വിവേകം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബയോളജിക്കൽ ഇന്റലിജൻസ് എന്ന് വേണേൽ പറയാം, ആ ഇന്റലിജൻസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പലതരം ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസ് ആണ് ജീവന്റെ മിതശ്രമം അഥവാ ലീസ്റ്റ് എഫേർട്ട് എന്നുള്ളത്. അതായത് കുറഞ്ഞ പ്രവർത്തനം കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തുക. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞ പരിശ്രമം, കുറഞ്ഞ അളവിൽ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു പോയ ദഹന പ്രക്രിയയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിൽ ഒട്ടേറെ ഭാഗത്ത് നമ്മളിത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വർഗീസേട്ടൻ അത് എടുത്തു പറയാൻ പറഞ്ഞത് കൊണ്ട് ഞാനത് ഇന്ന് അതൊരു സെഷനായിട്ട് അവതരിപ്പിക്കുന്നു മാത്രം. നമ്മൾ ആദ്യം പറഞ്ഞു, ഈ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉമിനീര് വന്നു തുടങ്ങും, ദഹനരസങ്ങൾ വന്നു തുടങ്ങും, ശരീരത്തിന്റെ പലതരം പ്രവർത്തനങ്ങൾക്ക് സജ്ജീകരിക്കുന്നത്. അപ്പൊ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് പല രീതിയിൽ ഊർജം ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? ഭക്ഷണം വായിലിട്ട് ചവയ്ക്കുന്നത് മുതൽ ശരീരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഊർജം ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിലെ കുറച്ച് പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ഈ ഭക്ഷണം അകത്തേക്ക് ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഉപയോഗിച്ചിട്ട് ആ ഊർജം ഉപയോഗിക്കുന്ന സമയത്തിന്റെ ആ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് 2 മണിക്കൂർ കൊണ്ട് ഉള്ളതാണെന്ന് വെച്ചാൽ അതിന് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങി കുറച്ചുകൂടെ ഈ ഊർജ വിനിയോഗത്തിന്റെ സമയം, ഊർജം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം നമ്മൾ കുറച്ചുകൂടെ മുമ്പേ തന്നെ തുടങ്ങുന്നു. അതിനെയാണ് സെഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സെഫാലിക് സ്റ്റേജിൽ, സെഫാലിക് ഫേസ് എന്ന് പറയുന്നത്, സെഫാലിക് ഫേസിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം കാണുന്ന സമയം മുതൽ, ഭക്ഷണം കാണുന്നു, സ്മെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന ഘട്ടം മുതൽ ശരീരം അതിനനുസരിച്ച് ഒരു ഭാവത്തിലേക്ക് പോകും. എന്തു ഭാവത്തിലേക്ക് പോകുന്നു അതാണ് പിന്നീട് ഭവിക്കുക. അപ്പോ സെഫാലിക് ഘട്ടം എന്ന് പറയുന്നത് മുന്നറിയലാണ്, പ്രീ ഡിറ്റർമിനേഷനാണ്, പ്രഡിക്ഷനാണ്. ആ മുന്നറിയൽ ശരീരത്തിനെ മുൻകൂർ സജ്ജീകരിക്കുന്നു, നേരത്തെ തന്നെ ശരീരത്തിനെ ക്രമപ്പെടുത്തുന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ ശരീരത്തിലെ പലതരം മൂവ്മെന്റുകളെ പറഞ്ഞു, ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ സ്ഫിൻക്സറുകളെ കുറിച്ച് പറഞ്ഞു. ഇത് ഇപ്പോ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു കുഴൽ, ആ കുഴലിലെ പേശികൾ ഒരു പ്രത്യേക രീതിയിൽ ചലിക്കുന്നത് വഴി അതിലൂടെ ഈ ഭക്ഷ്യങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോ ആ നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ ഇത് ഓരോ പ്രാവശ്യവും ഇതിങ്ങനെ എവിടെയാണോ വേണ്ടത്, ഈ ഭക്ഷ്യം എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് അത് ഏതളവിലാണോ കൊണ്ടുപോകേണ്ടത് ആ അളവിൽ മാത്രമാണ് ഇതിന്റെ ചലനം ഉണ്ടാവുക. എവിടേക്കാണ് ഇത് കടത്തിവിടേണ്ടത് അവിടേക്ക് മാത്രമാണ് സ്ഫിൻക്ടറുകളുടെ ഈ വികാസ സങ്കോചങ്ങൾ ഉണ്ടാവുക. അപ്പോ ഇത് എവിടെയാണ് ആവശ്യത്തിനനുസരിച്ച് മാത്രം സംഭവിക്കുന്ന ആ ഒന്നെന്ന് പറയുന്നത് മെക്കാനിക്കൽ അതിന്റെ എഫിഷ്യൻസി കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഈ വൈറ്റൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്, ഊർജത്തിന്റെ വിതരണം എന്നുള്ളത് വളരെയധികം ക്രമപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വില്ലുകളും മൈക്രോ വില്ലുകളും പോലുള്ള ഘടനാവിശിഷ്ടതകൾ ആംഗിരണ പ്രദേശം പരമാവധിയാക്കി അധിക പോഷണങ്ങൾ നേടുന്നു. ഈ ഇപ്പൊ പ്രതല വിസ്തീർണം എന്നുള്ളത് നമ്മൾ കണക്കാക്കുന്നത് സാധാരണ രീതിയിൽ ഇങ്ങനെ വിസ്തൃതി, ഇങ്ങനെ പരന്ന് കിടക്കുന്നത് എത്ര നീളം എത്ര വീതി കരുതിയിട്ടാണ്. നമ്മുടെ മസ്തിഷ്കം അതുപോലെ തന്നെ ശ്വാസകോശം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അങ്ങനെ വിസ്തൃതമായ ഒരു സംവിധാനത്തെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ളതാണ്. എന്തിനാണ്? ഈ പ്രതല വിസ്തീർണം ചെറിയൊരു സ്ഥലത്ത് ഒതുക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ സ്ഥലം കുറഞ്ഞ
ആ അല്ലെങ്കിൽ കൂടുതൽ പരപ്പ് കുറഞ്ഞ സ്ഥലത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ മൈക്രോവില്ലി അല്ലെങ്കിൽ വില്ലി എന്നൊക്കെ പറയുന്നത്. അതായത് കുടലിനകത്ത് കുറെ രോമങ്ങൾ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പശുവിന്റെ അകിടുണ്ടല്ലോ, അതുപോലുള്ള കുറെ കാര്യങ്ങളെ ഇങ്ങനെ അങ്ങ് നിരത്തി വെച്ചിരിക്കുന്നു. രോമസദൃശം എന്നാണ് നമുക്ക് അതിനെ പറയാൻ കഴിയുക. അതിന്റെ പ്രത്യേകത എന്താ? ഇത് ഓരോന്നിനും പ്രതല വിസ്തീർണ്ണമുണ്ട്. ഈ ഓരോന്നിനും പ്രതല വിസ്തീർണ്ണം, ഇതെല്ലാം കുടലിന്റെ തന്നെ വാളാണ്, കുടലിന്റെ തന്നെ ഈ ചുമരുകളാണ്. അങ്ങനെ ഈ കുടലിലുടനീളം ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് എന്തായി? കുടലിന്റെ വിസ്തൃതി ഭയങ്കരമായി. കുടലിന്റെ നീളം എത്രയാണ്? വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ ആപേക്ഷികമായിട്ട് കുറവാണ്. പക്ഷെ ആ കുറഞ്ഞ അവസ്ഥയിൽ തന്നെ ഇതിന്റെ പ്രതല വിസ്തീർണം വളരെ കൂടുതലായി. അതുകൊണ്ട് തന്നെ അതുവഴി ആഗിരണം ചെയ്യുന്ന പോഷകങ്ങളുടെ അളവ് കൂടും. അതായത് കുറഞ്ഞ സ്ഥലം, കുറഞ്ഞ കാര്യങ്ങൾ, കുറഞ്ഞ വിസ്തൃതി, കുറഞ്ഞ നീളം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പോഷകങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള, അബ്സോർബ് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ മറ്റേ എന്താ പറയാ, ഈ അബ്സോർബ് ചെയ്യാനുള്ള ശേഷിയാണ് നമ്മളിവിടെ പറഞ്ഞത്. വില്ലികളിലും മൈക്രോ വില്ലികളും വഴി ഇത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ശേഷി വളരെ കൂടുന്നു. അതുപോലെ ബ്രഷ് ബോർഡർ എൻസൈമുകൾ പോലുള്ള കുറെ ബയോകെമിക്കൽ എൻസൈമുകളെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു. അവയ്ക്കുള്ള ഒരു കൃത്യത, ഈ മറ്റേ ബ്രഷ് ബോർഡർ എൻസൈമുകൾ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അവിടേക്ക് പോഷകങ്ങൾ ചെല്ലുന്ന സമയത്തും മാത്രം, എന്ന് വെച്ചാൽ വില്ലി വഴി, മൈക്രോവില്ലി വഴി അവിടേക്ക് പോഷകങ്ങൾ ചെല്ലുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. അപ്പോ എൻസൈമുകളുടെ ആ ബയോകെമിക്കൽ ആക്യുറസി എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണോ അത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഇവ പ്രവർത്തിക്കില്ല. ഒരു ഭക്ഷണ വസ്തു അകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ ജീർണിപ്പിക്കുക എന്നുള്ളത്, ഇതിനെ ഇടിച്ചു പൊടിച്ച് ജീർണിപ്പിച്ച് കളയുക എന്നുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ കുടൽ ചെയ്യേണ്ടതാണ്. പക്ഷെ കുടൽ ആ പണി ചെയ്യില്ല. അതിന് പകരം ഇത് ഔട്ട്സോഴ്സ് ചെയ്യും. നമ്മളെങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ വെളിയിലുള്ള ഏജൻസിയെ വിളിച്ച് ഏൽപ്പിച്ച് അവരെ അങ്ങ് ഏൽപ്പിക്കും. എന്നിട്ട് അവർക്കുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ആ പൈസ കിട്ടാൻ വേണ്ടി അവര് ചത്തുകുത്തി പണിയെടുത്തോളൂ. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യം അവർ വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്തു തരും. ഇവിടെ ചെറിയ കുഴി കുത്താനൊക്കെ നമ്മൾ തമിഴന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ 1000-1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട പണി അവർ നിന്ന് ചെയ്തിട്ട് പോകും. അപ്പൊ ഈ ഒരു രീതിയിലുള്ള പരിപാടിയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുക. ഈ പരിപാടി ശരീരം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. മൈക്രോബിയൽ ഔട്ട്സോഴ്സിംഗ് എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അതുവഴിയാണ് കഠിനമായിട്ടുള്ള വിഘടന ജോലികൾ നമ്മുടെ ശരീരത്തിന് അകത്ത് ചെയ്യുന്നത്. സത്യത്തിൽ ശരീരത്തിന് അകത്താണെന്ന് ചോദിച്ചാൽ അല്ല. ഈ കുടലിനകത്തുള്ള മൈക്രോബയോമുകൾ ഉണ്ടല്ലോ, ആ മൈക്രോബയോമുകൾ എന്നാൽ കുടലിനകത്താണ് ജീവിക്കുന്നത്. അവർ അവിടെ നിന്നിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന സാധനങ്ങളെ അങ്ങോട്ട് പിടിച്ച് പൊടിച്ച് ജീർണിപ്പിച്ച് ആ ബാക്കിയുള്ള പരിപാടികളെല്ലാം അതങ്ങ് ചെയ്യും. അപ്പൊ എന്താ, ഈ ശരീരത്തിന് അതിനു വേണ്ടിയുള്ള ഊർജം ചെലവില്ല. മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അവ ഇൻഡിപെൻഡന്റ് എന്റിറ്റികളാണ്. അവർക്ക് കഴിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു മീഡിയം എന്നുള്ള രീതിയിൽ, ഒരു പശ്ചാത്തലം എന്നുള്ള രീതിയിൽ ഒരു ആവാസ വ്യവസ്ഥ കണ്ടെത്തി അതിനകത്ത് ജീവിക്കുന്നവയാണ്. അവർക്കിത് വിട്ടുകൊടുക്കുന്ന സമയത്ത് ഈ ജീർണനം എന്നുള്ള പ്രക്രിയ അവർ ചെയ്തോളൂ, നമ്മൾ ചെയ്യേണ്ടതില്ല. ഇവിടെ ബാലൻസ് കുറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല രാസവസ്തുക്കളും കഴിച്ചിട്ട് ഈ മൈക്രോബയോമിന്റെ അളവ് കുറയുന്ന സമയത്ത് ഔട്ട്സോഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രക്രിയ കൂടെ കുടൽ ഏറ്റെടുക്കേണ്ടി വരും. അവിടെയാണ് പലപ്പോഴും മെറ്റാബോളിക് ഡിസോർഡറുകൾക്കുള്ള ഒരു റീസൺ ആയിട്ട് മാറുന്നത്. അധികമായിട്ടുള്ള ഊർജ്ജവ്യയം വരുന്നത് അവിടെയാണ്. അത് വെറും ഊർജ്ജവ്യയം മാത്രമല്ല, അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധ ശേഷിയെ നല്ലപോലെ ബാധിക്കും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളിലേക്ക് വരെ കൊണ്ടെത്തിക്കും. അത്രയും വലിയ ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് ഈ മൈക്രോബിയൽ അവൈലബിലിറ്റി കുറയുന്നത്. അപ്പോൾ മൈക്രോബിയൽ ഔട്ട്സോഴ്സിംഗ് വഴിയാണ് കഠിന വിഘടന ജോലികൾ ശരീരം ചെയ്യുന്നത്. അപ്പൊ അത് ഒരു പ്രത്യേക ഇന്റലിജൻസ് ആണ്. അതുപോലെ പോർട്ടൽ സെല്ലുകളും ലിംഫാറ്റിക് വെസലുകളും വഴിയുള്ള മുൻഗണനാടിസ്ഥാനത്തിലുള്ള സംവഹനം പോഷകങ്ങളെ തന്ത്രപരമായി നയിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കൊഴുപ്പിനെ ആണെങ്കിൽ നമ്മൾ ലിംഫിൽ വഴിയും പോഷകങ്ങളെ മറ്റേ പോർട്ടൽ സെല്ലുകൾ വഴി ലിവറിലേക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നു. ഇത് പല വഴിയാണ് ഇത് പോകുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണിത്? ഇവയുടെ സൈസിനനുസരിച്ച് ശരീരത്തിന് അധിക പ്രവർത്തനം നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ പിത്തരസവും ലവണങ്ങളും വെള്ളവും പുനരുപയോഗിക്കുന്നവരുടെ പുതിയവ ഉണ്ടാക്കുന്നത് കുറയ്ക്കുന്നു. എപ്പോഴും ഭക്ഷണം ചെല്ലുന്നതനുസരിച്ച് പുതിയ മറ്റേ ബിൽറുബിൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റേ അതുപോലെയുള്ള ഇലക്ട്രോലൈറ്റുകൾ ഉണ്ടാക്കുക,
പിന്നെ നമ്മൾ വീണ്ടും വെള്ളം കുടിക്കേണ്ടി വരിക, ഓരോ പ്രാവശ്യത്ത് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കാനായിട്ട് പല ഘട്ടങ്ങളിലും ഇത് റീസൈക്കിൾ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെയൊക്കെ. പിത്തരസം എന്നുള്ളത് ഇവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും ലിവറിലേക്ക് കൊടുക്കുന്നു, പിന്നെ ഇലക്ട്രോലൈറ്റുകൾ റീസൈക്കിൾ ചെയ്തു, വെള്ളത്തെ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് വലിക്കുന്നു എന്നൊക്കെ പറയുന്ന പല ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാൽ പുതിയത് ഉണ്ടാക്കുന്നത്, പുതിയത് ആക്സസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയുള്ള ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പാരാസിമ്പത്തറ്റിക് ആധിപത്യം വിശ്രമിക്കുമ്പോൾ മാത്രം ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഒരു ശരീരത്തിന്റെ മറ്റൊരു പ്രധാന സ്വഭാവമാണ് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തിരിക്കുന്ന സമയത്ത് ദഹനം പതുക്കെയായിരിക്കും. അപ്പോ നമ്മൾ ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിച്ച ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ അടുത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്റ്റേണൽ ആക്ടിവിറ്റി കുറഞ്ഞു, ഉടനെ തന്നെ ദഹന പ്രക്രിയ പെട്ടെന്ന് കൂടും. അപ്പോ ഈ ഊർജത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ, നമ്മളിപ്പോ വീട്ടില് ഒരു മോട്ടോർ ഓൺ ചെയ്യുന്ന സമയത്ത് വീട്ടിലെ മറ്റു ലൈറ്റുകളൊക്കെ ഇങ്ങനെ മങ്ങുന്നത് പോലെ ഊർജ വിതരണം ഒരിടത്തേക്ക് ശക്തമായി പോകുന്ന സമയത്ത് വേറൊരു ഭാഗത്ത് കുറയും. അതുപോലെ തന്നെ ദഹനത്തിലേക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ദഹനം കൃത്യമായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളിലെ പ്രവർത്തനം കുറവായിരിക്കണം. അപ്പോ ഈ ദഹനം കൃത്യമായി നടത്താൻ വേണ്ടി മറ്റുള്ളിടത്ത് ക്ഷീണം തോന്നിച്ച് അവിടെ ഇരുത്തുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിശപ്പിന്റെയും മതി, സംതൃപ്തി എന്നുള്ളതിന്റെയും ഹോർമോണുകൾ ഉണ്ടല്ലോ, അത് ശരിക്കും ഞാനിവിടെ ഹോർമോണിക വിവേകങ്ങൾ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ ഹോർമോൺ ഇന്റലിജൻസ്, ഹോർമോൺ തന്നെ ഇന്റലിജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് ശരീരത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രം ഭക്ഷണം തേടുക. പക്ഷെ നമുക്ക് വേറെ സ്വഭാവം ഉണ്ട്, കാണുമ്പോൾ കൊതി തോന്നിയിട്ട് എടുത്ത് വായിടുന്നൊരു പരിപാടി ഉണ്ട്. അതല്ല, ഭക്ഷണം വേണ്ടപ്പോൾ മാത്രം തോന്നുക എന്നുള്ളതിനാണ് ഈ വിശപ്പ് എന്നുള്ള ഭക്ഷണം കഴിച്ചേക്കാം എന്നുള്ള തോന്നലിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമുക്ക് നിറഞ്ഞിരിക്കുന്ന സമയത്ത് എന്ത് വന്നാലും കഴിക്കാൻ പറ്റില്ല. നിറച്ചിരിക്കുന്ന സമയത്ത് എന്നാ പിന്നെ കുറച്ചുകൂടെ അങ്ങ് ചെല്ലട്ടെ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് മതി എന്നുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ്. അല്ലാത്ത സമയത്ത് വേണമെന്നുള്ളപ്പം മാത്രം നമുക്ക് ഭക്ഷണത്തോടുള്ള താല്പര്യം ഉണ്ടാകുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ദഹന പ്രക്രിയകൾ, ഒരു കടലമണി വായിലിട്ടാൽ പോലെ ദഹന പ്രക്രിയ നടക്കും. അപ്പോൾ നമ്മൾ അമിതമായിട്ടോ അനാവശ്യമായിട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാവുന്ന അധികമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കാണിക്കുന്ന ബയോളജിക്കൽ ഇന്റലിജൻസ് ആണ് ഈ ഹോർമോണിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ക്രെനിൻ, ലെപ്റ്റിൻ തുടങ്ങിയ ഹോർമോണുകൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ പരിമിതപ്പെടുത്തിയ, നമുക്കിവിടെ സ്ഥലപരിമിതി സമയപരിമിതി ഉണ്ടല്ലോ, അതുകൊണ്ട് വളരെ പരിമിതപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ദഹന പ്രക്രിയയിൽ ഇതുപോലെ 100 കണക്കിന് ഇന്റലിജന്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ലീസ്റ്റ് എഫേർട്ടിന് വേണ്ടിയിട്ടാണ്. പ്രകൃതിയിൽ ഈ ശരീരത്തിനകത്തുനിന്നല്ലേ എല്ലാ വ്യവസ്ഥകളിലെ കാര്യങ്ങളെല്ലാം നടത്താൻ ഏറ്റവും മിതമായ ഊർജം ചെലവാക്കാനും മിതമായ സമയം ചെലവാക്കാനും വേണ്ടി മിതമായ സ്ഥലം ചെലവാക്കാൻ, അതായത് സ്ഥല, കാല, രൂപ, ഭാവ, ഭവങ്ങൾ, സ്പേഷ്യോ ടെമ്പറൽസ് എന്ന് പറയും. ഇവ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ, ഒപ്റ്റിമത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ശരീരം നടത്തുന്നതിനാണ് മിതശ്രമ സ്വഭാവം എന്ന് പറയുന്നത്. ഇത് ദഹന പ്രക്രിയയിൽ ഉടനീളം അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ട്. ശരീരം ഇതെല്ലാം കൃത്യമായിട്ട് ഇന്റലിജന്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടും ഈ മൈക്രോബയോമുകൾ ഇല്ലാതെയാവുന്നു. മൈക്രോബയോമുകൾ ഇല്ലാത്ത സമയത്ത് ശരീരത്തിന്റെ ഈ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഔട്ട്സോഴ്സിങ്, ഫെർമെന്റൈസേഷന്റെ ഔട്ട്സോഴ്സിങ് എന്നുള്ള സംഭവം അവിടെ നടക്കാതെ വരും. ഈ പണി മുഴുവൻ ശരീരം ചെയ്യേണ്ടി വരും. അത് ശരീരത്തിൽ ലോങ് ടേം ആയിട്ടുള്ള എന്തിന് ഈ ഓട്ടോമ്യൂൺ ഡിസീസസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരെ നമ്മളെ നയിക്കുന്ന ഒരു പുലിവാലാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈ ശരീരത്തിന്റെ ആ സിസ്റ്റത്തെ, ലീസ്റ്റ് എഫേർട്ടിന്റെ സിസ്റ്റത്തെ നമ്മൾ ബ്രേക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരീരം ഏറ്റവും എഫക്റ്റീവായിട്ട് ഒപ്റ്റിമത്തിൽ പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കാൻ നമ്മൾ പ്രത്യേകം എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. ശരീരത്തിന്റെ ഹാർമോണിക് ഇന്റലിജൻസ്, ശരീരത്തിന്റെ ടോട്ടൽ ഇന്റലിജൻസ് അതിനുവേണ്ടി നമ്മുടെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ അത് അവരെ തന്നെ നോക്കിക്കൊള്ളും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ വിട്ടുകൊടുത്താൽ മതി. ഇതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഫാസ്റ്റിംഗിന്റെ സമയത്ത് സംഭവിക്കുന്നത്. നമ്മൾ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് തന്നെ ഡീറ്റെയിൽ ചെയ്യാം. ഫാസ്റ്റിംഗിന്റെ സമയത്ത് ഇവയെല്ലാം റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്, നമ്മളിവിടെ തകരാറിലാക്കി വെച്ചിട്ട കാര്യങ്ങളെല്ലാം തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഫാസ്റ്റിംഗിന്റെ സമയത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ ലീസ്റ്റ് എഫേർട്ടിന്റെ കാര്യത്തിന് ബ്രേക്ക് ചെയ്യുന്ന എന്തെല്ലാം ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കുക. ഞാൻ ഒന്ന് പറഞ്ഞു, മൈക്രോബയോമുകളെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ രാസവസ്തുക്കൾ കഴിക്കുന്നത്. അതേപോലെ തന്നെ വേറെ എന്താണ്, ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ലീസ്റ്റ് എഫേർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുക.
അതുമായിട്ട് വീണ്ടും നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.